റൈസ് എന്ന് പറയും. RICE. റൈസ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പം റെസ്റ്റ്. നമുക്ക് ഇഞ്ചറി പറ്റിയ ഭാഗം ഒന്ന് റെസ്റ്റ് ചെയ്യാം. സെക്കൻഡ് തിങ് ഈസ് ഐസ് കംപ്രഷൻ. ഐസ് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഇൻഫ്ലമേഷൻ കുറയും. പിന്നെ മസിൽ ബ്ലീഡോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം മാഡം പറഞ്ഞതുപോലെ കോൾഡ് വെതർ പ്രൊഡ്യൂസസ് വേസോ കൺസ്ട്രിക്ഷൻ, അതായത് ബ്ലഡ് വെസൽസ് ചുരുക്കും. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്ന ഐസ്. പിന്നെ മൂന്നാമത്തേത് കംപ്രഷൻ, അതായത് ഒരു സ്പേസിലോട്ട് ബ്ലീഡിങ് എക്സ്പാൻഡ് ചെയ്യാതിരിക്കാൻ ആ സ്പേസിനെ നമ്മൾ കംപ്രസ് ചെയ്ത് വെക്കാനാണ് ഒരു ബാൻഡേജോ ക്രേപ്പ് ബാൻഡേജ് എന്ന് പറയും. എല്ലാവരുടെ വീട്ടിലും ഒരു പിങ്ക് കളർ ബാൻഡേജ് കാണും, ക്രേപ്പ് ബാൻഡേജ്. അത് ഉപയോഗിച്ച് ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, പക്ഷേ ഒരു ഭാഗത്തിന് കംപ്രസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ എലവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാലോ കയ്യോ ചതവ് പറ്റിയ ഭാഗം ഒന്ന് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ബ്ലീഡിങ് അവിടെ നിന്ന് വെയിൻസിൻ്റെ ആ ഒരു പ്രഷർ ഒന്ന് കുറയുമ്പം അവിടെ നിന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷനും ബ്ലീഡിങ്ങും ഒക്കെ കുറച്ചൊന്ന് കുറയുന്നത് കൊണ്ട് എലവേഷൻ. ഇതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ചതഞ്ഞ ഭാഗത്തിട്ട് തിരുമുകയോ എല്ലാം ചെയ്യരുത്, അത് കൂടുതൽ ബ്ലീഡിങ് വരുത്തും. പക്ഷേ വാട്ട് വി അഡ്വൈസസ് RICE, അത്രയേ ഉള്ളൂ. ചൂടൊന്നും പിടിക്കരുത്, ഐസ് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് തീർച്ചയായിട്ടും കാലിനോ കൈയിനോ എല്ലിനോ വല്ലതും ഡിഫോമിറ്റി കാണുന്നുണ്ട്, ഡിഫോമിറ്റി എന്ന് വെച്ചാൽ ഒരു വളവോ വല്ലതും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ടതാണ്.